ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ ഒരു വാർത്തയാണ് അല്ലെ. അതായത് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് 10 LD ക്ലർക്കിന്റെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലരും വീണ്ടും എന്നൊരു ചിന്താഗതി ഉണ്ടാകും. അതായത് ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട നിയമന നടപടിക്രമങ്ങളൊക്കെ കേസിൽപ്പെട്ട് കിടക്കുകയാണ്. ജൂലൈ 21-നാണ് അതിന്റെ മറ്റൊരു കോടതിയിലേക്ക് എത്തുന്നത്. അപ്പൊ അത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനിടയിൽ വീണ്ടും എന്ന് ചിന്തിക്കുന്നവരോട്, ഇത് താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ വളരെ വ്യക്തമായി തന്നെ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു പോകാം. അതായത് ഇപ്പൊ KDRBയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. KDRB അല്ല ഈ ഒരു എക്സാം നടത്തുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് എന്നും ജൂലൈ 8 വരെയാണ് ഇത് അപേക്ഷിക്കാനുള്ള സമയം. അപ്പൊ അതിന്റെ വിശദാംശങ്ങളാണ് ഇതിലേക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. 10 ഒഴിവുകളാണ് നിലവില് ഇവിടെയുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് തൊഴിൽ പ്രസിദ്ധീകരണത്തിലൂടെ നോക്കാം. അതായത് +2 ജയവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് ഇവിടുത്തെ പ്രധാന യോഗ്യതയായി പറയുന്നത്. ഇപ്പൊ ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് 10 LD ക്ലർക്ക് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അതായത് 10 LD ക്ലർക്കുമാരുടെ ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 179 ദിവസത്തേക്കാണ്, കൃത്യമായി നിങ്ങൾ നോക്കുക, 179 ദിവസത്തിലേക്കാണ് താൽക്കാലിക നിയമനം നടക്കാൻ വേണ്ടി പോകുന്നത്. ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ് ഇവിടെ അവസരം ലഭിക്കുക. ഇവിടെ പ്രായം കൃത്യമായി പറയുന്നുണ്ട്, 18 to 36, 18 മുതൽ 36 വരെയാണ് ഇവിടത്തെ പ്രായപരിധി എന്ന് പറയുന്നത്. അതായത് 1990 ജനുവരി 1, 1990 ജനുവരി 1-നും 2008 ജനുവരി 2-നും ഇടയിൽ ജനിച്ചവർക്കാണ് ഇവിടെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുക. ഈ 2 തീയതികൾ ഉൾപ്പെടെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുക എന്ന് മനസ്സിലാക്കും. ഇതെങ്ങനെ അപേക്ഷ കൊടുക്കണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ കാര്യാലയത്തിൽ, അതായത് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോം പൂരിപ്പിച്ച് വയസ്സ്, യോഗ്യത, ജാതി, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, വിജ്ഞാപനം വന്ന തീയതി മുതൽ 6 മാസത്തേക്കുള്ളത്, അതുപോലെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതമാണ് ദേവസ്വം ഓഫീസിൽ നേരിട്ടാണ് നൽകേണ്ടത്. അപ്പോ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഫീസിൽ പോവുക, അവിടെ നിന്ന് ഈ ഫോം വാങ്ങിക്കുക, അവിടെ വയസ്സ്, യോഗ്യത, ജാതി, അതുപോലെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവ തെളിയിക്കുന്ന രേഖകൾ അടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ രീതിയിൽ വേണം നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നേരിട്ട് നിങ്ങൾ കൊണ്ട് കൊടുക്കുന്നില്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ, ഗുരുവായൂർ ദേവസ്വം, ഗുരുവായൂർ 680 101 എന്ന വിലാസത്തിൽ തപാലിലോ അയക്കാം. അപേക്ഷാ ഫോമിന് 59 രൂപയാണ് ഈടാക്കുന്നത്. എത്രയാണ്? 59 രൂപയാണ് അപേക്ഷാ ഫോമിന് ഈടാക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ലഭിച്ച ജാതി തെളിയിക്കുന്ന രേഖയുടെ പകർപ്പ് ഹാജരാക്കിയാൽ അപേക്ഷാ ഫോം സൗജന്യമായി നൽകുന്നതാണ്. അപ്പോൾ ആ ഒരു സൗജന്യമായിട്ട് കൂടി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫോം കിട്ടുമെന്ന് കൂടി പറയുന്നുണ്ട്. അപേക്ഷാ ഫോം തപാൽ മാർഗം അയക്കുന്നതല്ല എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ അവർ പറയുന്നുണ്ട്. ഇനി ദേവസ്വത്തിൽ നിന്ന് ലഭിച്ച പ്രത്യേക ഫോറത്തിലല്ലാത്തതും രേഖകളില്ലാത്തതും അപൂർണവും അവ്യക്തവുമായതും അതുപോലെ തന്നെ യഥാസ്ഥാനത്ത് ഫോട്ടോ പതിക്കാത്തതും ആവശ്യമായ യോഗ്യതകൾ ഇല്ലാത്തതും നിശ്ചിത സമയത്തിന് ശേഷം ലഭിക്കുന്നതുമായ അപേക്ഷകൾ നിരുപാധികം നിരസിക്കുമെന്നുകൂടെ ഇവിടെ പറയുന്നുണ്ട്. തെരഞ്ഞെടുക്കപ്പെടുന്നവർ 179 ദിവസത്തിന് ശേഷം പിരിഞ്ഞു പോകണം. വീണ്ടും അപേക്ഷിക്കുമ്പോൾ 6 മാസത്തിന് ശേഷം മാത്രമേ അർഹത ലഭിക്കുകയുള്ളൂ എന്ന് കൂടെ പറയുന്നുണ്ട്. ഇനി ഇതിന്റെ ഈ ഒരു അപേക്ഷ ഫോം സ്വീകരിക്കുന്ന അവസാന തീയതി കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജൂലൈ 8 വൈകുന്നേരം 5 മണി വരെയാണ്. ജൂലൈ 8 വൈകുന്നേരം 5 മണി വരെയാണ്. ഇപ്പൊ വിശദാംശങ്ങൾക്ക് നിങ്ങൾക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഫീസിൽ നേരിട്ടോ അല്ലെങ്കിൽ ഈ താഴെ കാണുന്ന 0487255635 എന്ന ടെലിഫോൺ നമ്പർ വഴിയോ അറിയാമെന്ന് കൂടെ പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ, കാരണം ഇപ്പോൾ നിലവില് ഒരു ലിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു LD ക്ലർക്കിന്റെ നിയമനം ഇവിടെ താൽക്കാലികമായിട്ടാണ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ കാര്യം സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, മറ്റു കാര്യങ്ങളൊക്കെ കേസായിട്ട് നടക്കുകയാണ്. ആ കേസിന്റെ നടപടിക്രമങ്ങൾ വരുന്ന മുറയ്ക്ക് വ്യക്തമായി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.